ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടിൻ പാൽ കൊണ്ട് തൈര് ഉണ്ടാക്കിയാൽ അത് കറക്റ്റ് ആകുമെന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ ആടുകളുടെ പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പശുപാലിൻ്റെ പോലെ തന്നെ ആടിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് ഉറൊഴിച്ച് വെച്ച് അതിൽ കുറച്ച് പാൽ നല്ലപോലെ കാച്ചിട്ടങ്ങ് തണുത്തതിന് ശേഷം ഒഴിച്ച് വെക്കുക. അപ്പോൾ നല്ല കട്ട തൈര് തന്നെ ആവും. പുറത്ത് വെക്കണം. അതുപോലെ സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലോ ആക്കി വെക്കണം കേട്ടോ. മറ്റേ പ്ലാസ്റ്റിക്കിലൊന്നും ആക്കി വെക്കരുത്. അപ്പോൾ ഞാനത് കോരിയിട്ട് കാണിക്കാം നിങ്ങൾ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് അറിയാവും നല്ലത്. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല കട്ട തൈര് തന്നെയാണ് കേട്ടോ. അത് കണ്ടില്ലേ, അത്ര ലൂസൊന്നും അല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതിന് അടിഭാഗത്ത് വെള്ളത്തിൻ്റെ ഒരു അംശമില്ല. നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചില മോരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ വെള്ളവും മുകളിൽ മോരുമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ആടിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ അവൾക്ക് മാത്രമേ പാലുള്ളൂ. പിന്നെ നമ്മുടെ മാളുവിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവളെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ തൈര് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ആടുകളുള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കണം. കണ്ടോ, നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാലഡിനോ എല്ലാത്തിനും അതുപോലെ മോരൊഴിച്ചിട്ടുള്ള കറി എല്ലാം ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പശുവിൻ്റെ പാല് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ പശുവിന് ചെന പിടിച്ചപ്പോൾ അവരുടെ പാല് കുറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കയ്യിൽ നിന്ന് പശുവിൻ്റെ മോരാണ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മളിതിങ്ങനെ കാച്ചിട്ട് ഒഴിച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു സൈഡ് ഞാൻ കോരി എടുത്തു. ഒരു വെള്ളമായിട്ടൊന്നും ഊറി നിൽക്കുന്നൊന്നും ഇല്ല. ഞാനിതിന് മുൻപ് ഇതുപോലെ പാക്കറ്റ് പാലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അതിലങ്ങനെ കാച്ചി ഒഴിച്ചു വെച്ചു. പക്ഷേ അത് കറക്റ്റ് ആയില്ല കേട്ടോ. നമ്മൾ നല്ല പശുവിനെ വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന് അതല്ലെങ്കിൽ നാടൻ മോരോ തൈരോ നമ്മൾ വാങ്ങിച്ചിട്ട് അതിൽ വേണം നമ്മളിത് കാച്ചി ഒഴിച്ചു വെക്കാൻ കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കട്ട തൈര് നമുക്ക് കിട്ടും. കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. കണ്ടില്ലേ, ഇത് നമുക്ക് മിക്സിയിലടിച്ചിട്ട് ലൂസാക്കിയിട്ട് കറിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. സാലഡിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ശുദ്ധമായ തൈരാണ്. കണ്ടില്ലേ, ഇത് നിങ്ങളെന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊന്നും അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ തൈരിൻ്റെ കുറച്ച് ആവശ്യമുണ്ട് ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ശുദ്ധമായത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആടിൻ്റെ പാലുള്ളവർ സംശയിച്ച് നിൽക്കണ്ട. നമുക്ക് പശുവിൻ്റെ തൈരൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആടിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. ആട്ടിൻ പാലിൻ്റെ പോലെ തന്നെയാണ് തൈരിന്